വിശ്വാസത്തോടെയാണ് നമ്മൾ ഓരോ കുട്ടികളും, അതിലൊരു പെൺകുട്ടി കൂടിയാണ് ഞാൻ, ആ വിദ്യാർത്ഥിയായിട്ട് ഞാൻ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് പോകുന്ന സമയത്ത് പിറ്റേ ദിവസം നമ്മൾ അറിയുന്ന വാർത്ത, വൈകുന്നേരം അറിയുന്ന വാർത്ത എന്താണ്? അയാൾ ബെയിലിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇറ്റ്സ് എ ഷോക്കിംഗ് ന്യൂസ്. ഓരോ പെൺകുട്ടികളും പേടിച്ചു, ഓരോ വിദ്യാർത്ഥികളും പേടിച്ചു ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേഷൻ നമുക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഇനി ഒരു കേസ് ഉണ്ടെങ്കിൽ, ഇനി ഒരു FIR ഉണ്ടെങ്കിൽ ഇത് നിലനിൽക്കുമെന്ന് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വിക്ടിം ഫ്രണ്ടിലേക്ക് വരുന്നത്. എന്റെ FIR എടുക്കണം, എന്റെ FIR മൊഴി രേഖപ്പെടുത്തണം, അവൻ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അടുത്ത FIR രേഖപ്പെടുത്തുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ അടുത്തുനിന്ന് നമ്മുടെ വിക്ടിംസിന്റെ അടുത്തുനിന്നായാൽ പോലും മൊഴിയും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് പോലും ഇന്ന് നമ്മൾ പിന്നെയും ചോദിക്കാൻ വന്നപ്പോൾ പിന്നെ ഇത് കേസ് തള്ളിപ്പോവും, അങ്ങനെയുള്ള രീതിയൊക്കെ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ആക്ച്വലി നമുക്കത് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന രീതിയാണ്. അത് കാരണമാണ് ഞങ്ങൾ പിള്ളേരെല്ലാവരും അവസാനം ഇടപെടേണ്ടി വന്നത്. അവസാനം ആയപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതേപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടിപരമായിട്ട് കോൺഗ്രസിന്റെ രീതിയിൽ നമ്മൾ ആഭ്യന്തരമന്ത്രിനെയും അതേപോലെ തന്നെ മിനിസ്റ്ററിനെയൊക്കെ ബന്ധപ്പെടുകയുണ്ടായി. അവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോളേജ് യൂണിയൻ ആയാൽ പോലും നമ്മുടെ ഈ കുട്ടികളുടെ കൂടെ ഉറപ്പായിട്ടും ഞങ്ങൾ അവരുടെ ഈ ഒരു പ്രശ്നം തീരുന്നിടം വരെയും കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ഉണ്ടായത് നല്ല വിഷമമുണ്ട്. അത് തലേദിവസം ഉച്ചയ്ക്കാണ് ഈ കേസ് അറിയുന്നത്. യൂണിയൻ ഇത് അറിയപ്പെടുന്നത്, അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അതിലൊരു വിക്ടിം ഫ്രണ്ടിലേക്ക് വരികയും കേസ് കൊടുക്കണം എന്ന് പറയും. യൂണിയൻ ഭാരവാഹികൾ ഉടനെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇത് കേസ് സബ്മിറ്റ് ചെയ്യാണ് പോകുന്നത്. സബ്മിറ്റ് ചെയ്തിട്ട് ആ FIR ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു പിന്നീട് എവിഡൻസ് നോക്കിയിട്ട് സാറുമാർ കളക്ട് ചെയ്ത് എല്ലാം മൊഴി രേഖപ്പെടുത്തുമ്പോൾ മണി 11 രാത്രി. അപ്പോഴും നമ്മൾ എല്ലാ യൂണിയൻ മെമ്പേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് മൊഴി രേഖപ്പെടുത്തി FIR രേഖപ്പെടുത്തുന്ന മണി രാവിലെ 3:30, ഇന്നത്തെ രാവിലെ 3:30ക്കാണ്. ഇത് രേഖപ്പെടുത്തി അവസാനം ആ പോലീസ് സ്റ്റേഷൻ പൂട്ടി ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്നിട്ട് പിന്നീട് പറയുന്നത് ഇതിൽ കൊടുത്ത സെക്ഷൻസ് അനുസരിച്ച് 67A ഉണ്ട്, അപ്പൊ നോൺ ബൈലബിൾ ആണ് പോകുന്നത്. ആ വിശ്വാസത്തോടെയാണ് നമ്മൾ ഓരോ കുട്ടികളും, അതിലൊരു പെൺകുട്ടി കൂടിയാണ് ഞാൻ, ആ വിദ്യാർത്ഥിയായിട്ട് ഞാൻ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് പോകുന്ന സമയത്ത് പിറ്റേ ദിവസം നമ്മൾ അറിയുന്ന വാർത്ത, വൈകുന്നേരം അറിയുന്ന വാർത്ത എന്താണ്? അയാൾ ബെയിലിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇറ്റ്സ് എ ഷോക്കിംഗ് ന്യൂസ്. ഓരോ പെൺകുട്ടികളും പേടിച്ചു, ഓരോ വിദ്യാർത്ഥികളും പേടിച്ചു ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേഷൻ നമുക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഇനി ഒരു കേസ് ഉണ്ടെങ്കിൽ, ഇനി ഒരു FIR ഉണ്ടെങ്കിൽ ഇത് നിലനിൽക്കുമെന്ന് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വിക്ടിം ഫ്രണ്ടിലേക്ക് വരുന്നത്. എന്റെ FIR എടുക്കണം, എന്റെ FIR മൊഴി രേഖപ്പെടുത്തണം, അവൻ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അടുത്ത FIR രേഖപ്പെടുത്തുകയാണ്. അടുത്ത FIR രേഖപ്പെടുത്തി 3/4 ഭാഗം കഴിഞ്ഞപ്പോൾ പറയാണ് ഇത് FIR അല്ല, ആദ്യത്തെ FIRന്റെ കൂടെ ചേർത്ത് പോകുന്ന ഒരു സാധനമാണ്. അപ്പോഴാണ് വയലന്റ് ആവുന്നത് ഒരു കാര്യം. കാരണം കക്ഷി ചേർത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അതിന്റെ കൂടെ ചേർത്ത് പോകാനല്ല നമ്മൾ വന്നത്. നമുക്ക് സെപ്പറേറ്റ് FIR, ഓരോ പെൺകുട്ടിയുടെ ഓരോ വിക്ടിംസിന് അവകാശമായിരുന്നു ആ സെപ്പറേറ്റ് FIR വരണമെന്ന്. അത് നിഷേധിച്ചപ്പോഴാണ് വിദ്യാർത്ഥികൾ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയത്. നമ്മൾ പ്രക്ഷോഭത്തിലേക്ക് പോയത് യൂണിയന്റെ ഫ്രണ്ടിൽ തന്നെ നിന്നത്. അതിന്റെ ഒരു മാറ്റവുമില്ല. അത് അവസാനം യൂണിയൻ ഭാരവാഹികളെ അകത്ത് വിക്ടിമിനോടൊപ്പം പോലീസ് വിളിച്ച് അകത്തിരുത്തി സംസാരിച്ചു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അഡ്രസ് ചെയ്യുമെന്നും മേളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എന്തായാലും വന്നു. നമ്മുടെ യൂണിയനായിട്ട് ഇടപെടുകയും ചെയ്തു. മേളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും വന്നു കഴിഞ്ഞു. അവിടെ നിന്ന് നമുക്ക് ഉറപ്പ് നൽകി നിങ്ങൾ ഓരോ ആൾക്കാരുടെയും അവകാശം അനുസരിച്ച് ഓരോ സെപ്പറേറ്റ് FIR ആവുമെന്നും ആ FIRകൾ പോകുമെന്നും ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ശിക്ഷയിൽ അങ്ങറ്റം തന്നെ ഉറച്ച് പോലീസ് നിൽക്കുമെന്നും വിശ്വാസം പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഓരോരുത്തരും പിഴിഞ്ഞു പോയത്. അതിന്റെ കൂടെ തന്നെ ഓരോ ഭാരവാഹികളും ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങി ഇന്ന് ഇതുവരെ ഈ ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ ഓരോ ഭാരവാഹികളും. ഉറപ്പായും അതിന്റെ ഒരു തുടക്കം തന്നെയാണല്ലോ ഇന്ന് കണ്ടത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, യാബയില് എത്ര പെൺകുട്ടികളുടെ ചിത്രം പ്രചരിപ്പിച്ചു എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് നിങ്ങളെ അത് വ്യക്തമാക്കാൻ പറ്റില്ല. നിലവിൽ ഇപ്പൊ എത്ര പരാതികളാണുള്ളത്? നമുക്കിപ്പോൾ ഒരാളുടെ FIR ഫയലായി കഴിഞ്ഞു. അടുത്ത ആൾ FIR കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ വന്നത്. അതിന്റെ അടുത്ത ആൾ മൊഴി രേഖപ്പെടുത്താന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ രാത്രി വരെ 4 മണി വരെ രേഖപ്പെടുത്തിയ ആൾക്കാർക്ക് ഇന്ന് വന്നപ്പോൾ 10 മണി കഴിഞ്ഞു, ഇനി രേഖപ്പെടുത്താൻ പറ്റില്ല എന്ന് പോലീസിന്റെ നിർദ്ദേശം വരുന്നു. അതുകൂടെ കേട്ടപ്പോഴാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. ഇന്നലെ നിന്ന കുട്ടി പെൺകുട്ടിയായിട്ട് കണക്കാക്കുന്നില്ല, അയാളുടെ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇന്ന് വന്ന അടുത്ത ആൾ വരാൻ പോയപ്പോൾ പറഞ്ഞു 10 മണി കഴിഞ്ഞ് ഇനി രേഖപ്പെടുത്തും. ഈ പരാതി കൊടുക്കാൻ വന്ന പെൺകുട്ടികളുടെ ചിത്രം പോലീസുകാർ പകർത്തിയെന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. സത്യമാണോ? അത് സാർ അകത്ത് കയറി നമുക്ക് എക്സ്പ്ലനേഷൻ തന്നു. അതായത് അവർക്ക് എന്ത് സ്ട്രൈക്ക് ഉണ്ടായാലും എന്തുകൊണ്ടായാലും പ്രോട്ടോകോൾ അനുസരിച്ച് സറൗണ്ടിങ്സ് ഇങ്ങനെ പിക്ചറൈസ് ചെയ്യുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് എടുത്താണ്. അതൊരു ശകലം മാത്രമാണ് കണ്ടത്. അത് നമ്മുടെ മുമ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു.